ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് പടർന്നു പന്തലിക്കുന്ന ഒരു ഫുട്ബോൾ വിസ്മയമായി മാറിക്കഴിഞ്ഞു ഹംസ അബ്ദുൽ കരീം. മൈതാനത്ത് കാറ്റും ഗോളും സൃഷ്ടിക്കുന്ന ഈ കൗമാരക്കാരനെ വെറുമൊരു കളിക്കാരനെന്ന് വിളിച്ചാൽ അത് തെറ്റായി മാറും. മറിച്ച് പ്രതിയോഗികളുടെ പ്രതിരോധ കോട്ടകളെ തകർത്തെറിയാൻ അയക്കപ്പെട്ട ഒരു പീരങ്കിയാണവൻ. ഈജിപ്ഷ്യൻ ഫുട്ബോളിന്റെ ഭാവി തന്നെ ഹംസയുടെ ബൂട്ടുകളിൽ ഭദ്രമാണെന്ന് ലോകം ഇതിനകം വിധിയെഴുതി കഴിഞ്ഞു. പന്തിന്മേലുള്ള ഹംസയുടെ നിയന്ത്രണം കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലുള്ളതാണ്. ഒരു പുള്ളിപ്പുലിയുടെ കൃത്യതയോടെ ബോക്സിനുള്ളിലേക്ക് ഇരച്ചു കയറുന്ന അവന്റെ ശൈലി ഏതൊരു പ്രതിരോധ നിരയെയും വിറപ്പിക്കാൻ പോന്നതുമാണ്. വെറും 15-ാം വയസ്സിൽ തന്നെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും പോരാട്ട വീര്യവും പ്രകടിപ്പിക്കുന്ന ഹംസ ഈജിപ്ഷ്യൻ ഫുട്ബോൾ ഇതിഹാസം മുഹമ്മദ് സലയുടെ യഥാർത്ഥ പിൻഗാമിയാകുമെന്നതിൽ തർക്കമൊന്നുമില്ല. കളിക്കളത്തിലെ അവന്റെ ഓരോ നീക്കവും ഒരു യുദ്ധതന്ത്രം പോലെ നിഗൂഢവും മാരകവുമാണ്. ഗോളിലേക്ക് തൊടുക്കുന്ന ഓരോ ഷോട്ടിലും ഒരു പോരാളിയുടെ വീര്യമാണ് ഹംസയിൽ നിഴലിക്കുന്നത്. പരാജയം സമ്മതിക്കാൻ മടിക്കുന്ന അവന്റെ മനസ്സാന്നിധ്യം ഒരു ടീമിനാകെ നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. ഈജിപ്തിലെ തെരുവുകളിൽ നിന്ന് ലോകത്തിലെ വമ്പൻ ക്ലബ്ബുകളുടെ നോട്ടപ്പുള്ളിയായി മാറിയ ഈ അത്ഭുത ബാലൻ ആധുനിക ഫുട്ബോളിലെ പുതിയൊരു ഇതിഹാസത്തിന്റെ ഉദയത്തെയാണ് സൂചിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന ഫുട്ബോൾ ലോകം ഹംസയുടെ കാലുകളാൽ എഴുതപ്പെടുമെന്നതും ഉറപ്പാണ്. നിലവിൽ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും ചൂടേറിയ ട്രാൻസ്ഫർ വാർത്തകളും ഹംസയെ കേന്ദ്രീകരിച്ചാണ്. സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണ ഹംസയെ സ്വന്തമാക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുമുണ്ട്. അൽ അഹ്ലിയുമായി ഏകദേശം 8 മില്യൺ യൂറോയുടെ വലിയൊരു കരാറിനായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ഒരു ലോൺ കരാറിലൂടെ ബാഴ്സയുടെ റിസർവ് ടീമിലേക്ക് ചേക്കേറാനും പിന്നീട് സ്ഥിരമായി കരാർ ഒപ്പിടാനുമുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ബാഴ്സയ്ക്ക് പുറമെ ബയൺ മ്യൂണിക്ക്, AC മിലാൻ തുടങ്ങിയ ക്ലബ്ബുകളും ഈ പ്രതിഭയ്ക്കായി വലവിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഹംസയുടെ സ്വപ്നം ക്യാമ്പ് നൗവിലെ പുൽമൈതാനങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.